സംസ്ഥാനതല യൂത്ത് പാർലമെന്റ് മത്സരത്തിൽ വിജയിച്ച വെള്ളരിക്കുണ്ട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് ജന്മനാട്ടിൽ പൗരാവലിയുടെ അനുമോദനം. വെള്ളരിക്കുണ്ട് ടൗണിൽ വെച്ച് നടത്തിയ അനുമോദന സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഈ വർഷത്തെ സംസ്ഥാനതല യൂത്ത് പാർലമെന്റ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വെള്ളരിക്കുണ്ട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഇവരെ പരിശീലിപ്പിച്ച അധ്യാപകരെയുമാണ് വെള്ളരിക്കുണ്ട് പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. വെള്ളരിക്കുണ്ട് ടൗണിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് ഒരു കാലത്ത് രാജഭരണമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണ് ജനാധിപത്യ ഭരണം വന്നത്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ. അപ്പോൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ചേർന്നുണ്ടാക്കുന്ന ഗവൺമെന്റുകളാണ് നമുക്കുള്ളത്. അതാണ് ജനാധിപത്യം. ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറുകയും പാർലമെന്ററി ജനാധിപത്യം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്ത രാജ്യമാണ്. ഇവിടെ ജനങ്ങൾക്ക് പാർലമെന്റിനെ തെരഞ്ഞെടുക്കാം, ജനങ്ങൾക്ക് അസംബ്ലി തെരഞ്ഞെടുക്കാം, പഞ്ചായത്തുകൾ തെരഞ്ഞെടുക്കാം. ജനങ്ങളുടെ വില്ലാണ്. ദ വിൽ ഓഫ് ദ പീപ്പിൾ വിൽ ബി റിഫ്ലക്റ്റഡ്. ജനങ്ങളുടെ അഭിപ്രായമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കുന്നത്. യോഗത്തിൽ സജി ജോസഫ് MLA അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ സന്തോഷ് K. പീറ്റർ വിഷയാവതരണം നടത്തി. സംസ്ഥാനതല മത്സരത്തിൽ ബെസ്റ്റ് പാർലമെന്റേറിയനായി തെരഞ്ഞെടുക്കപ്പെട്ട ഡെന റോസിനെയും ബെസ്റ്റ് കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട റിൻസി എബ്രഹാമിനെയും പരിപാടിയിൽ പ്രത്യേകമായി അനുമോദിച്ചു. ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ലത, വൈസ് പ്രസിഡന്റ് രാജു കട്ടക്കയും, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സഫീന ഫൈസൽ, ജെസി ചാക്കോ, ബളാൽ പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ്, പ്രധാനാധ്യാപകൻ MU ജോസുകുട്ടി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനതല യൂത്ത് പാർലമെന്റ് മത്സരത്തിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനം ജനാധിപത്യ മൂല്യങ്ങളിലേക്കുള്ള ഇവരുടെ പ്രതിബദ്ധതയുടെ ഉദാഹരണമാണെന്നും ഈ നേട്ടം വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രദേശത്തിനും വലിയ അഭിമാനമാണെന്നും സംസാരിച്ചവരെല്ലാം അഭിപ്രായപ്പെട്ടു. സ്കൂൾ മാനേജർ ഡോക്ടർ ജോൺസൺ അന്ത്യാംകുളം സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.